UK കത്തുകയാണ്. ജനങ്ങൾ തെരുവിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടുകയാണ്. വലിയ തോതിൽ തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ ഇതിനെ പിടിച്ചുകെട്ടാൻ കഴിയാവുന്ന വിധത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടെയും അവരെ കൊണ്ട് അത് സാധ്യമാകാതെ പോവുകയാണ്. സത്യത്തിൽ എന്താണ് UK-യിൽ, ഇംഗ്ലണ്ടിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും വലിയ തോതിൽ ജനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതിലേക്കുമൊക്കെ അവരെ നയിച്ച അതിൻ്റെ പ്രധാന മൂല കാരണങ്ങൾ എന്തെല്ലാമാണ്? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. യുണൈറ്റഡ് കിങ്ഡം അഥവാ UK, ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും വെയിൽസും നോർത്തേൺ അയർലൻഡും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ UK-യിലെ ഇംഗ്ലണ്ടിൽ ഇന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പല തെരുവോരങ്ങളും അരക്ഷിതാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇംഗ്ലണ്ടുകാരായിട്ടുള്ള ആളുകൾ, അങ്ങോട്ടേക്ക് കുടിയേറി വന്നിട്ടുള്ള ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ബ്രൗൺസ് ആണെങ്കിലും അതുപോലെ തന്നെ ബ്ലാക്സ് ആണെങ്കിലും, ഇവർക്കെതിരൊക്കെ ശക്തമായ നിലയിൽ തന്നെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നിലയിലുള്ള പല പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ വലിയ തോതിൽ അക്രമങ്ങളിലേക്ക് പോലും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇത്തരത്തിൽ ഈ ആളുകൾക്ക് നേർക്ക് ശക്തമായ നിലയ്ക്കുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങളും നടക്കുമ്പോൾ അവർ അതിനെ തിരിച്ച് പ്രത്യാക്രമണം കൂടെ നടത്തുന്നുണ്ട്. അതായത് അവിടുത്തെ തെരുവോരങ്ങളിൽ, ഇംഗ്ലണ്ടിൻ്റെ തെരുവോരങ്ങളിൽ ജനങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലണ്ടുകാരായിട്ടുള്ള ആളുകളും ഇംഗ്ലണ്ടിലേക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിയേറി താമസം മാറി വന്നിട്ടുള്ള ആളുകളും തമ്മിലാണ് ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ, അല്ലെങ്കിൽ ശക്തമായ നിലയിൽ തന്നെയുള്ള പ്രക്ഷോഭങ്ങളും കലഹങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ തന്നെ UK-യുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിലേക്കൊക്കെ തന്നെയും ഇവരെ നയിച്ച പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ, ജൂലൈ 29 നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു ഡാൻസ് സ്കൂളിൽ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ തന്നെ ഡാൻസൊക്കെ പഠിക്കുന്ന ഒരു ഡാൻസ് സ്കൂളിലേക്ക് 17 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തി, ഒരു പയ്യൻ കടന്നു വരികയാണ്. അവൻ കയ്യിൽ കരുതിയിരുന്ന ആ കത്തി ഉപയോഗിച്ചുകൊണ്ട് ആ ഡാൻസ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരുപാടധികം കുട്ടികളെ ക്രൂരമായ നിലയിൽ തന്നെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ 6നും 9നും ഇടയ്ക്ക് പ്രായമുള്ള 3 പെൺകുട്ടികൾക്ക് മരണം സംഭവിക്കുകയും അതോടൊപ്പം തന്നെ 19 പേരെ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരികയൊക്കെ ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള ആ 17 വയസ്സ് പ്രായമുള്ള പ്രതിയെ ഇംഗ്ലണ്ടിലെ പോലീസുകാർക്ക് പിടികൂടാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവനുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും പോലീസുകാർ പുറത്തുവിട്ടുണ്ടായിരുന്നില്ല. അവന് പ്രായപൂർത്തിയായിട്ടില്ല എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് അവനുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള ഡീറ്റെയിൽസും പോലീസുകാർ പുറത്തുവിടാതിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ പോവുക. പക്ഷേ ഇവിടെ ചില ആളുകൾ കൃത്യമായിട്ടുള്ള ചില മുതലെടുപ്പുകൾ നടത്തുകയാണ്. അതുപോലെ തന്നെ ചില വ്യാജ വാർത്തകൾ കൂടെ ഇതോടൊപ്പം തന്നെ പ്രചരിപ്പിക്കുകയാണ്. ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക്, UK-യുടെ അന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കുന്ന നിലയിലേക്കൊക്കെ തന്നെയും മാറി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാൻ, നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ഒരു കാര്യം സംഭവിച്ചു, അതിന് കൃത്യമായിട്ടുള്ള നിലക്കുള്ള നടപടികൾ പോലീസുകാർ കൈക്കൊണ്ടു. ഒരു മാനസിക അസ്വസ്ഥതകളുള്ള ഒരു 17 വയസ്സുകാരനെ പോലീസുകാർ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തു. അതെങ്ങനെയാണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് നീങ്ങിയത്? ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ UK-യിലുള്ള ഇമിഗ്രൻസിൻ്റെ അവസ്ഥയെക്കുറിച്ച്, അവരോടുള്ള അവിടുത്തുകാരായിട്ടുള്ള UK-യിലുള്ള ജനങ്ങളുടെ സമീപനങ്ങൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൂടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്നൊക്കെ ഏറ്റവും അധികം ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പഠനത്തിനും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും അധികം കുടിയേറിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. അപ്പം അതിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇതുപോലെ തന്നെ ഒരുപാടധികം ആളുകൾ UK-യുടെ പല ഭാഗങ്ങളിലേക്ക്, ഇംഗ്ലണ്ടിലേക്കാണെങ്കിലും വെയിൽസിലേക്കാണെങ്കിലും അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുന്നുണ്ട്. അതിൽ പല ആളുകളും അവിടെ തന്നെ സ്ഥിരതാമസമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ ഏറെ വർഷക്കാലമായിട്ട് നമ്മളൊക്കെ തന്നെയും കണ്ടുവരുന്നത്. ഇവരിവിടെ ഇത്തരത്തിൽ UK-യിലേക്ക് എത്തുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇവരവിടെ വന്നിട്ട് ജോലിയൊക്കെ ചെയ്ത് കൃത്യമായിട്ട് പഠനങ്ങളൊക്കെ നടത്തി തിരിച്ചു പോകുന്നതിലോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നതിലോ അവിടുത്തെ നേറ്റീവ് പീപ്പിളിന്, അവിടുത്തുകാരായിട്ടുള്ള ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ കുടിയേറി ഇമിഗ്രൻസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആളുകൾ അവിടെ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്നൊരു
എന്നുള്ളൊരു ചിന്ത ഇവരുടെ എല്ലാം മനസ്സിലേക്ക് കയറി വരുന്നതോട് കൂടിയിട്ടാണ് എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. അത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത്തരം കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കുടിയേറി വന്നിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ UK-യിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ആളുകൾ പലപ്പോഴും അവരുടെ പലതരത്തിലുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും UK-യിൽ അങ്ങോളം ഇങ്ങോളം ചെയ്യാറുണ്ട്. അതിപ്പോൾ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന കാര്യം മുതൽക്ക് വലിയ വലിയ പല ആഘോഷങ്ങൾ പോലുള്ള കാര്യങ്ങൾ പോലും സംഘടിതമായ നിലയിൽ തന്നെ ഈ കുടിയേറി വന്നിട്ടുള്ള അല്ലെങ്കിൽ UK-യിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ ഒരുപോലെ തന്നെ അവിടെ ചേർന്നുകൊണ്ട് നടത്താറുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ പല പ്രൊട്ടസ്റ്റുകളും പല സ്ട്രൈക്കുകളും ഒക്കെ തന്നെ ഇങ്ങനെ കുടിയേറി വന്നിട്ടുള്ള ആളുകൾ പലപ്പോഴും അവിടെ നടത്താറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പല റാലികളും മറ്റുമൊക്കെ തന്നെ UK-യുടെ അകത്ത് ഇത്തരത്തിൽ കുടിയേറി വന്നിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലും അവർ കൂടുതലായി സംഘടിച്ചുകൊണ്ടും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ പല പരിപാടികളും നടത്തുമ്പോൾ അവിടുത്തുകാരായിട്ടുള്ള ആളുകൾക്ക് അതിനോട് ചെറിയൊരു അമർഷം തോന്നാനുള്ള സാധ്യതകളൊക്കെ ഏതായാലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നടത്തുന്ന പല സ്ട്രൈക്കുകളും പ്രൊട്ടസ്റ്റുകളും ഒക്കെ പല വിഭാഗങ്ങളും പരസ്പരം ഏറ്റുമുട്ടലിലേക്ക് പോലും നീങ്ങുന്ന അവസ്ഥകൾ കൂടെ അവിടെ ഉണ്ടാകാറുണ്ട്. അത് കാരണമായിട്ട് ആ നാടിനും ആ പ്രദേശത്തിനും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ കുടിയേറി വന്നിട്ടുള്ള ആളുകളുടെ പല പ്രവൃത്തികൾ കാരണം പല നിലക്കുള്ള പ്രശ്നങ്ങളും ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ നിലക്കുള്ള മാറ്റങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ പല ആളുകളും അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല തോന്നിവാസങ്ങളും UK-യുടെ പല ഭാഗങ്ങളും ചെയ്യുന്നു എന്ന കാര്യം കൊണ്ട് തന്നെ UK-യുടെ പല പ്രദേശങ്ങളും വേസ്റ്റുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ചെറുതല്ലാത്ത തോതിൽ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അവിടുത്തുകാരായിട്ടുള്ള ആളുകളോടും ഇമിഗ്രൻസിനോടും പോലീസുകാരുടെ സമീപനം രണ്ടാണ് എന്ന തോതിലുള്ള ചില പ്രത്യേക തരത്തിലുള്ള വാദങ്ങളും മറ്റുമൊക്കെ അവിടുത്തുകാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പതിയെ പതിയെ ഉയർന്നു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവിടുത്തുകാരായിട്ടുള്ള ആളുകൾക്കുള്ളിൽ ഈ കുടിയേറി വന്നിട്ടുള്ള അങ്ങോട്ടേക്ക് പല ആവശ്യങ്ങൾക്കായി വന്ന് താമസമാക്കിയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ നിലക്കുള്ള പലതരത്തിലുള്ള ചിന്തകളും ഉടലെടുത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പല ചിന്തകളെയും ആവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ നൽകി അതിനെ ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും അതിൽ നിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ ക്രൈസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും അവർക്കൊക്കെ തന്നെയും കുറ്റം പറയാനുള്ളത് കുടിയേറ്റക്കാരായിട്ടുള്ള UK-യിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളെ തന്നെയാണ്. ഇത്രയധികം ആളുകൾ വന്നത് കാരണമായിട്ടാണ് ഇവിടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. UK-യിൽ ജോലിയുടെ എണ്ണത്തിലൊക്കെ വലിയ തോതിൽ കുറവ് വന്നിട്ടുള്ളത്, തൊഴിലില്ലായ്മ കൂടിയതൊക്കെ തന്നെയും ഇത്തരത്തിൽ ഒരുപാടധികം ആളുകൾ കുടിയേറി വന്നതുകൊണ്ടാണ്. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പോലും പലപ്പോഴും ജനങ്ങളുടെ ഇടയിലേക്ക് വാരി വിതറാറുണ്ട്. ഇത്തരത്തിലുള്ള പല ചിന്തകളും ആളുകളുടെ ഉള്ളിലേക്കൊക്കെ തന്നെ അവർ ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. ഒക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന എപ്പോൾ വേണമെങ്കിലും ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ അതിനെ മാക്സിമം ഊതിപ്പെരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ആളുകളുള്ളപ്പോൾ അത്തരത്തിലുള്ള പല ചിന്തകളും ആളുകളുടെ ഉള്ളിലുള്ളപ്പോൾ ഇങ്ങനൊരു വിഷയം കൂടി സംഭവിച്ചപ്പോൾ 17 വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി നേരെ കയറി വന്നുകൊണ്ട് ഒരുപാടധികം കുട്ടികളെ കുത്തി പരിക്കേൽപ്പിച്ചു. ആ വ്യക്തിയെ പോലീസുകാർ പിടികൂടി. എന്നാൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും പോലീസുകാർ പുറത്തു വിടുന്നില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ വലിയ തോതിൽ തന്നെ ഒരു ഫേക്ക് ന്യൂസ് അവിടെ പ്രചരിക്കാൻ ആരംഭിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് UK-യിലേക്ക് കുടിയേറി വന്നിട്ടുള്ള അലി അൽ ഷക്കാത്തി എന്ന് പറയുന്ന 17 വയസ്സുകാരനാണ് ഇത്തരത്തിൽ ഈ ഒരു കൊടും ക്രൂരത ചെയ്തിട്ടുള്ളത്. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തു വിടാത്തത് എന്ന പേരിലാണ് ഈ ഒരു ന്യൂസ് ട്വിറ്ററിലാണെങ്കിലും വ്യത്യസ്ത സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും ഒരുപോലെ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അത് വലിയ തോതിൽ തന്നെ വൈറലാവുകയുണ്ടായി. എല്ലാവരും ഒരുപോലെ തന്നെ ഇതാണ് സത്യമെന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളോട് എട്ടും പൊട്ടും തിരിയാത്ത ഈ പാവം കുട്ടികളോട് ഇത്തരത്തിൽ കൊടും ക്രൂരത ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ഇമിഗ്രൻ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കുടിയേറി വന്നിട്ടുള്ള ഈ ആൾക്കെതിരെ ശക്തമായ നിലയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും UK നിവാസികളുടെ UK സിറ്റിസൺസിൻ്റെ നേതൃത്വത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം അരങ്ങേറാൻ ആരംഭിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ പ്രതിഷേധ റാലികൾക്കും മറ്റും ഇടയിൽ പലപ്പോഴും ഇമിഗ്രൻസിൻ്റെ ഷോപ്പുകളോ അല്ലെങ്കിൽ ഇമിഗ്രൻസിനൊക്കെ കാണുന്ന അവസരത്തിൽ പതിയെ പതിയെ അവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ ഉണ്ടായി വരാൻ ആരംഭിക്കുകയാണ്. ഇത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിലായിട്ട് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ
ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് പുറകിലുള്ള മുസ്ലിം ആയിട്ടുള്ള ഒരു എമിഗ്രൻ്റ് ആയിട്ട് യു കെയിൽ എത്തിയിട്ടുള്ള ആളാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് എന്നൊരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പോലും ശക്തമായ നിലയിലുള്ള പല ആക്രമണങ്ങളും ഇവർ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് പോലീസുകാരെ കൊണ്ട് പോലും കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആക്രമണങ്ങളും ഒക്കെ അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ വന്നൊരു അവസരത്തിൽ 17 വയസ്സ് പ്രായമുള്ള ആ പ്രതിയുടെ എല്ലാവിധത്തിലുള്ള ഡീറ്റെയിൽസും പുറത്തു വിടാൻ പോലീസുകാർ നിർബന്ധിതരാവുകയാണ്. കാരണം അതിനെ ചൊല്ലിയാണല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നത് 17 വയസ്സുകാരനായിട്ടുള്ള ആക്സൽ റുഡാകുബാന എന്ന് പറയുന്ന യു കെയിൽ തന്നെ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അയാൾ ഒരിക്കലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസുകാർ പുറത്തുവിടുന്നുണ്ട്. അതൊരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയാണ്, മാത്രമല്ല വ്യത്യസ്ത തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം അവൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസുകാർ പുറത്തു വിട്ടുവെങ്കിൽ പോലും ഈ പ്രക്ഷോഭകാരികൾ അത് അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കൂടുതൽ പ്രശ്നങ്ങൾ അപ്പോഴേക്ക് തന്നെ ഉടലെടുക്കാൻ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ആക്രമണങ്ങൾ തങ്ങൾക്ക് നേർ വരുന്നത് കാരണമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ വ്യത്യസ്ത ഇമിഗ്രൻ്റ് ഗ്രൂപ്പ്സും ഒക്കെ തന്നെ ഈ വൈറ്റ്സിനെതിരായിട്ട്, അതായത് ഇംഗ്ലണ്ടുകാരായിട്ടുള്ള ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്ന ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഈ ആളുകൾക്കെതിരെ തിരിയാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരു വിഭാഗങ്ങളും ഇംഗ്ലണ്ടിൻ്റെ തെരുവോരങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടെ എല്ലാം ഒടുവിൽ ചെന്നെത്തുകയാണ്. ആത്യന്തികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുറേ കാലങ്ങളായിട്ട് ഈ കുടിയേറിയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് ഇംഗ്ലണ്ടുകാരായിട്ടുള്ള ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന പലതരത്തിലുള്ള വിദ്വേഷങ്ങളും പലതരത്തിലുള്ള ചിന്തകളും ഒക്കെ തന്നെ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ കൃത്യമായിട്ട് പലർക്കും മുതലെടുക്കാൻ സാധിച്ചു. അതിൽ പല ആളുകളും വീണുപോയി. അതിനടിസ്ഥാനത്തിൽ ശക്തമായ നിലയിൽ തന്നെ ഇമിഗ്രൻസിനെതിരായിട്ടുള്ള പല പ്രവൃത്തികളിലും പല ആളുകളും മുഴുകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് നേർ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ വന്നൊരവസരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രത്യാക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട് മറുവിഭാഗം കൂടെ രംഗത്തേക്ക് വന്നപ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന നിലയിൽ അതിരൂക്ഷമായ നിലയിലേക്ക് ഇംഗ്ലണ്ടിലെ അവസ്ഥകളൊക്കെ തന്നെ മാറി വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ഈ പറഞ്ഞ യു കെയിലാണ്. അപ്പം അവരിൽ പല ആളുകൾ പോലും പല വീഡിയോകളും മറ്റുമൊക്കെ എടുത്ത് അയക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ തെരുവിൽ നടക്കുമ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന പല ബിൽഡിങ്ങുകൾക്കും അവരുടെ പല വിൻഡോകൾക്കും നേർക്ക് പോലും പല ആളുകളും കല്ലെറിയുന്നതും മറ്റുമൊക്കെ ആയിട്ട്. അപ്പം അത്തരത്തിൽ വളരെ മോശം ഒരു അവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ് ഏതായാലും ഇംഗ്ലണ്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ തെരുവോരങ്ങളിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ 500ഓളം വരുന്ന ആളുകളെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ പോലീസുകാർ പിടികൂടിയിട്ടുണ്ട്, ജയിലടച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാടധികം ആളുകളെ പിടികൂടി ജയിലിലടക്കാൻ ഇംഗ്ലണ്ടിലെ പോലീസിന് സാധിക്കുമോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല എന്നൊരു കാര്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇവരൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇടാൻ ജയിലിൽ അവിടെ സ്ഥലമില്ല. അവിടുത്തെ ജയിലുകളിൽ ആളുകളെ ഇടാൻ ആവശ്യമായിട്ടുള്ള സെല്ലുകളോ സംവിധാനങ്ങളോ ഇല്ല. ഓൾറെഡി അതൊക്കെ തന്നെ ഫുള്ളായ അവസ്ഥയിലൂടെയാണ് ഇംഗ്ലണ്ടും യു കെ ഒക്കെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഒരു ക്രൈസിസ് അവിടെ ഏതായാലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തന്നെ ആയാലും എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും അവിടെ ഒത്തുതീർപ്പാക്കാൻ സാധിക്കും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന നിലയിൽ തന്നെയാണ് ഇംഗ്ലണ്ടിലെ ഭരണകൂടം യു കെയിലെ ഭരണകൂടം ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. യു കെയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലണ്ടിലെ തെരുവോരങ്ങളിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ആളുകൾ, അതിനെല്ലാം തന്നെ കാരണക്കാരാക്കിയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തുകാരായിട്ടുള്ള ആളുകളെയും അവിടുത്തെ അവരുടെ സംസ്കാരത്തെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. അതിനൊക്കെ പൂർണ്ണമായും തച്ചുടക്കുന്ന നിലയിൽ അല്ലെങ്കിൽ അതിന് പൂർണ്ണമായും കളങ്കങ്ങൾ വരുത്തുന്ന നിലയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ വലിയ തോതിൽ തന്നെ നമ്മളോടൊക്കെയുള്ള വിദ്വേഷം ജനിപ്പിക്കാൻ തീർച്ചയായിട്ടും കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം സിമ്പിളായിട്ട് ഉദാഹരണമായിട്ട് നമ്മുടെ കാര്യം തന്നെ എടുക്കാം. നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഒരുപാടധികം ആളുകൾ വന്നിട്ട് നമ്മുടെ സംസ്കാരത്തിനൊക്കെ നിരക്കാത്ത വ്യത്യസ്ത തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു, തീർത്തും വൃത്തിഹീനമായ നിലയിലുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പോലും അവരോട് ചെറിയ നിലക്ക് മനസ്സിലൊക്കെ ഒരു വിദ്വേഷവും ഒരു അമർഷമൊക്കെ തോന്നാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്, ആർക്കായാലും തോന്നിപ്പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരമൊക്കെ പിന്തുടരുന്ന ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ അവരുടെ സംസ്കാരത്തെ കൂടെ നമ്മൾ ബഹുമാനിക്കുക, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെയും അത് മറ്റുള്ളവർക്ക് വലിയ തോതിൽ പ്രശ്നമാകുന്ന നിലയിലേക്ക്
അവസ്ഥയിലേക്ക് മാറാതിരിക്കുക, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്കൊക്കെ തന്നെയും ഫോളോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് തന്നെ കെട്ടടങ്ങട്ടെ, അവിടെയൊക്കെ തന്നെ ശാന്തിയും സമാധാനവും ഒക്കെ പുലരട്ടെ എന്നൊരു കാര്യം തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.